ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് തിയറീസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ആൽബർട്ട് ബന്ദൂര. അപ്പോൾ നമുക്ക് ഈ ഒരു തിയറിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1960കളിൽ ഇദ്ദേഹം 2021 നിര്യാതനായി. 1960കളിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി ആൽബർട്ട് ബന്ദൂര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് മൂലവും അതുപോലെ ഓപ്പറന്റ് കണ്ടീഷനിങ് മൂലമൊക്കെ അതുപോലെ അതായത് നമ്മുടെ ബിഹേവിയറിസം വളരെയധികം കൊടുകുത്തി വാഴുന്ന സമയമാണ്. ബിഹേവിയറിസം എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ, നമ്മൾ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പഠനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഡയറക്റ്റ് അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് ശരിക്കും നടക്കുക എന്നുള്ള തരത്തിൽ ബിഹേവിയറിസം കൊടുകുത്തി വാഴുന്ന സമയത്താണ് ആൽബർട്ട് ബന്ദൂര പറയുന്നത് ഇത് അതായത് ഒരു കാര്യം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നേരിട്ട് ചെയ്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ ഇല്ല. നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അല്ലേ മറ്റൊരു മോഡലിനെ അല്ലെങ്കിൽ എങ്ങനെയാകട്ടെ സിനിമയാകട്ടെ അതുപോലെ മറ്റേതെങ്കിലും രൂപത്തിലാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാണുന്ന അച്ഛനിലോ അമ്മയിലോ കാണുന്ന സ്വഭാവങ്ങളാവട്ടെ അവയെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കുട്ടി പഠിക്കുന്നു. അത് തന്നെയാണ് എന്താ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലേക്ക് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കൺട്രോൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നുണ്ട്. അതിന് നമ്മൾ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നുണ്ട്. 2 ഘട്ടമായിട്ട് അദ്ദേഹം അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1961ലും 63ലും. അപ്പോൾ 63ലായപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളോട് അദ്ദേഹം ആഡ് ഓൺ ചെയ്തു. ഇത്തരത്തിലാണ് അദ്ദേഹം ബോബോ ഡോൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ചോദ്യങ്ങളൊക്കെ അന്നൊക്കെ വരാൻ സാധ്യത കുറവാണ്. എന്നാൽ കൂടിയും ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള സ്റ്റഡി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 30-ലധികം ചോദ്യങ്ങൾ ഇതിൻ്റെ അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കഥ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഉത്തരങ്ങളിലേക്ക് എത്തുക സ്വാഭാവികമായിട്ടും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് അതായത് നമുക്ക് ഓപ്ഷൻ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പരീക്ഷയുടെ ഒരു ഫൈനൽ പ്രിപ്പറേഷന് വളരെയധികം നിങ്ങളെ സഹായിക്കും. വളരെ പ്ലസൻറ്റ് മൈൻഡോടുകൂടി തന്നെ ഈ ഒരു ക്ലാസ് കേൾക്കാനും ഇത് പഠിക്കാനും വേണ്ടി ഇരിക്കുക. കഴിയുമെങ്കിൽ ആവശ്യമെങ്കിൽ 2 തവണയെങ്കിലും ക്ലാസ് കാണുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ തിയറി അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള തിയറി തന്നെയാണ് ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ. മറ്റുള്ള പേരുകൾ പഠിച്ചു വെച്ചേക്കാം. എന്താണ് സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാലും എന്താണ് നമ്മുടെ ഈ ഒരു തിയറി തന്നെയാണ്. അതുപോലെ വികാരിയസ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. വികാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, വികാരിയസ് പണിഷ്മെന്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി തീയിൽ തൊടുന്ന കാണുകയാണെന്ന് വെച്ചോളൂ. നമ്മൾ തൊടുന്നതല്ല, മറ്റൊരാൾ തീയിൽ തൊടുന്ന കാണുകയും അല്ലെങ്കിൽ തീയിൽ തൊടുന്ന കാണുകയും അയാൾ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നേ കാണുന്നു വെച്ചോളൂ. ഇറ്റ്സ് ലൈക്ക് ഒരു വികാരിയസ്, അതായത് നമുക്ക് അയാൾക്ക് ഉണ്ടായ അനുഭവം നമ്മുടെ അനുഭവമായിട്ട് ആ കാര്യം നമ്മൾ പഠിച്ചെടുക്കുന്നു. അതിനാണ് വികാരിയസ് ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ അതുപോലെ ഒരു കുട്ടി, നമ്മുടെ സഹപാഠിയായിട്ടുള്ള ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ചീത്ത പറയുന്നു. ആ ചീത്ത പറഞ്ഞത് കേട്ടുകൊണ്ട് സാറ് ഇവനെ പിടിച്ച് 2 തല്ല് തല്ലുന്നു. അപ്പോൾ അവിടെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ശേഷം, ഞാനാണ് കുട്ടിയെന്ന് വെച്ചോളൂ, ഞാൻ ചീത്ത പറഞ്ഞ് എനിക്ക് തല്ല് കിട്ടിയതിന് ശേഷം മാത്രമാണ് ചീത്ത പറഞ്ഞാൽ തല്ല് കിട്ടുമെന്ന് ഞാൻ പഠിക്കുന്നല്ലോ. ഇത് ഒബ്സർവ് ചെയ്യുന്ന കുട്ടി അല്ലെ, ഇത് ഒബ്സർവ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ചീത്ത പറഞ്ഞാൽ തല്ല് കിട്ടും എന്ന് നിരീക്ഷിച്ച് പഠിക്കുന്നതിനെ ഇതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവന് കിട്ടിയ പണിഷ്മെന്റ് നമ്മൾ എന്ത് വിളിക്കും? വികാരിയസ് പണിഷ്മെന്റ് എന്ന് വിളിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്കത് അവന് ആ പണിഷ്മെന്റ് കിട്ടി അത് എനിക്കും കിട്ടുമല്ലോ, ഈ ഒരു തോട്ട്, സിമ്പിൾ കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ഒരു ആമുഖമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. കുട്ടികളുടെ പഠനം ശരിക്കും പറഞ്ഞാൽ ആൽബർട്ട് ബന്ദൂര 61ൽ പറഞ്ഞില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഇപ്പോഴും പറയാറുണ്ട്. അവരൊക്കെ ഒന്ന് ആൽബർട്ട് ബന്ദൂര എന്ന് അറിയാൻ പാടില്ല. കൊച്ചുങ്ങളെ മുന്നേ മര്യാദയ്ക്ക് നിൽക്കടാ, മര്യാദയ്ക്ക് പെരുമാറടാ, നല്ല വാക്ക് പറയടാ എന്നൊക്കെ അച്ഛനും പറഞ്ഞു തരാറുണ്ട് അല്ലേ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുട്ടികളുടെ മുന്നിൽ നമ്മളൊരു മോഡലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യണം, നന്നായിട്ട് അവർക്കൊരു മോഡലാവാൻ പാകത്തിന്. കാരണം ദേ ആർ ഇമിറ്റേറ്റിംഗ് അസ്. ഇതെല്ലാമാണ് ഈ തിയറിയുടെ സംഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതെ ഉത്തരം എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. നോക്കാം, ആൽബർട്ട് ബന്ദൂര ആദ്യം പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നോക്കാം, ലേണിംഗ് വുഡ് ബി എക്സീഡിംഗ്ലി ലബോറിയസ്, not mentioned hazardous, if people had to rely solely on the effects of their own actions to inform them what to do. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണമെന്ന് ബിഹേവിയറിസം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് പഠനം നടക്കുന്നത് എന്ന് ബിഹേവിയറിസം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലേണിംഗ് എന്തായിരിക്കും? ഒരു ലബോറിയസ് പ്രോസസ് ആയിരിക്കും അല്ലേ. എല്ലാ കുട്ടികളും എങ്ങനെയല്ല അടി കിട്ടും, ചീത്ത പറഞ്ഞാൽ തെറി പറഞ്ഞാൽ അടി കിട്ടുമെന്ന് മനസ്സിലാക്കുന്നവർ തെറി പറഞ്ഞ് അടി മേടിച്ചതിന് ശേഷം അല്ല. 1977 അദ്ദേഹം പറഞ്ഞ
നോക്കാം. അതുപോലെ ഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ലേൺഡ് ഒബ്സർവേഷനലി ത്രൂ മോഡലിംഗ്. കണ്ടോ, മോഡലിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മോഡലിംഗ് വഴിയല്ലേ, നമ്മൾ ഒരു മോഡലിനെ ഒബ്സർവ് ചെയ്യുന്ന വഴി. മോഡൽ എന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛനാകാം, അമ്മയാകാം, ടീച്ചറാകാം, അല്ലെങ്കിൽ മാമനാകാം, അല്ലെ, ആരുമാകാം. അപ്പോൾ ഒരാൾ തന്നെ ആകണമെന്നില്ല ഒരു കുട്ടിയുടെ മോഡൽ, ഒരുപാട് മോഡൽസ് ഉണ്ടായിരിക്കാം. നോക്കാം. ത്രൂ മോഡലിംഗ് ഫ്രം ഒബ്സർവിംഗ് അതേഴ്സ് വൺ ഫോംസ് ആൻ ഐഡിയ ഓഫ് ഹൗ ന്യൂ ബിഹേവിയേഴ്സ് ആർ പെർഫോംഡ്. മറ്റുള്ളവരെ കണ്ടിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അവൻ പഠിക്കുന്നത്. ആൻഡ് ഓൺ ലേറ്റർ ഒക്കേഷൻസ് ദിസ് കോഡഡ് ഇൻഫർമേഷൻ സെർവ്സ് ആസ് ദ ഗൈഡ് ഫോർ ആക്ഷൻ. ഇത് കണ്ട് മനസ്സിലാക്കി വെച്ചിരുന്നിട്ട് അടുത്ത ഒക്കേഷൻ വരുമ്പോഴത്തേക്കും ടപ്പ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് കൊടുക്കും. നമ്മൾ പോലും അറിയില്ല ഇത് എവിടെ നിന്ന് പഠിച്ചെന്നല്ലേ. നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു 3-3.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ. ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആൾക്കാരെ മമ്മൂട്ടിയെ പോലെയുണ്ട്, മോഹൻലാലിനെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന കുട്ടിയാണ് എൻ്റെ ചേച്ചിയുടെ മോൾ ഭദ്ര. ഇവളൊരു സംസാരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഇവൾ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ടൂറിന് പോയിട്ട് നിൽക്കുകയാണ്. ടൂറിന് പോയിട്ട് എനിക്ക് പാലക്കാട് എവിടെയാണ്. അപ്പോൾ ഒരു ചേട്ടൻ നമ്മളെ അടുത്തും പോകുന്നുണ്ട്. ആ ചേട്ടത്തെ ഷോയൊക്കെ ഇറക്കി ഒരു കണ്ണാടിയൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ ഉടനെ ഈ കൊച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് മമ്മൂട്ടിയെ പോലെ ഉണ്ട് എന്ന് ഇവളിങ്ങനെ പറഞ്ഞു. അതാ എല്ലാവരും കേൾക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അത് ആ ഒരു സ്പോട്ടിൽ ഭയങ്കര തമാശയായിട്ട് മാറി. ശരിക്കും കുട്ടി പറഞ്ഞത് കുട്ടി നേരത്തെ എവിടെയോ കേട്ട ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തതാണ്. അതേ ടോണിൽ ശ്രദ്ധിക്കണം. ആ ടോൺ മനസ്സിലാക്കി വെച്ചിട്ട് ആ ടോണിൽ അവൾ റിപ്പീറ്റ് ചെയ്തു. അപ്പം നമ്മൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് ഇവൾ ഈ ഇത്തരത്തിലുള്ള ഒരു തമാശ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തെറിവാക്ക് കുട്ടികൾക്ക് എവിടെ നിന്ന് പഠിക്കുന്നത്. ദേ ആർ ഒബ്സർവിങ് അസ്, അല്ലേ. അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഇത്രയും കാര്യമാണ് ആൽബർട്ട് ബന്ദുര 1977 പറഞ്ഞു വെച്ച ഒരു കോട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച്, ഈ തിയറിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആൽബർട്ട് ബന്ദുരയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് മുന്നോട്ട് നോക്കാം. ഹീസ് എ കനേഡിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. ഓക്കെ, 1925 ജനനം, 21 നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് മരണപ്പെട്ട ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, അതുകൊണ്ട് തന്നെ പ്രാധാന്യമുണ്ട്. ഏറ്റവും അടുത്ത കാലത്ത് 2 വർഷം മുന്നേ മരണപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷയിൽ പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അദ്ദേഹമാണ് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ പ്രപ്പോണ്ടന്റ് എന്ന് പറയും, പ്രപ്പോസ് ചെയ്ത ആളെന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ സ്റ്റേറ്റ് ചെയ്തേ, സോഷ്യൽ ബിഹേവിയർ ഈസ് അക്വേർഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻസ് ഓഫ് അതേഴ്സ് ബിഹേവിയർ, അല്ലെ. മറ്റുള്ളവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും അതുപോലെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയാണ് സാധാരണ സോഷ്യൽ ലേണിംഗ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം ഈ ഒരു തിയറിയുടെ വ്യക്തമാക്കി. ഓക്കെ, ഇതാണ് ആ ഒരു തിയറിയുടെ ഏകദേശം ഒരു ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും. അദ്ദേഹം നമ്മുടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അതുപോലെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിയറിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഓവർഡോൾ എക്സ്പെരിമെൻറ്റിലേക്ക് അദ്ദേഹം എത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമമായിട്ടുള്ള കാനഡയിലുള്ള ഗ്രാമത്തിൽ ഇദ്ദേഹം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഒരു കുട്ടി, 14 വയസ്സുകാരനായ ഒരു അഡോളസൻ്റ് കുട്ടി അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ ഷൂട്ട് ചെയ്ത് വകവരുത്തുന്നു. അതിനുശേഷം കൊന്നത് മാത്രം പോരാ, ഇവനെ വെട്ടി നുറുക്കിയിട്ട് സൂപ്പ് വെച്ചു, പാത്രത്തിലേക്ക് തിളപ്പിച്ച് അത്രയും സംഭവം ആയപ്പോഴത്തേക്ക് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ പോലീസ് അവനെ ചോദ്യം ചെയ്തെന്ന് മനസ്സിലായത്, ഈ കുട്ടി എന്തോ ഒരു ഫിലിം കണ്ടിട്ട്, ഹൊറർ ഫിലിമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തോ ഒരു ഫിലിം കണ്ടിട്ട്, ആ ഫിലിമിൽ ഒരു അവകാശവാദം, മനുഷ്യൻ്റെ കൊഴുപ്പ് അടങ്ങിയ സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പറക്കാനുള്ള ശേഷി കിട്ടും എന്നൊരു അവകാശവാദം ആ ഒരു സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി ഈ ഒരു കൃത്യം ചെയ്തത് എന്ന്, അല്ലേ. നമ്മൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മോഡലിങ്ങിലൂടെ കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ സമാനമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിവരം ആൽബർട്ട് ബന്ദുരയെ വല്ലാണ്ടങ്ങ് ഞെട്ടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിസത്തിന് ഇവിടെ യാതൊരു പ്രാധാന്യമില്ല, അല്ലേ. കാരണം അവൻ പഠിച്ചത് മറ്റൊരു മോഡലിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വെർബലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് അവൻ ഇത്രയും കാര്യം പഠിച്ചിട്ട് ആ ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ആൽബർട്ട് ബന്ദുര മുന്നോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കാണ് ഇത്തരത്തിലുള്ള ഈ പ്രീ സ്കൂൾ ഏജിൽ വരുന്ന കുട്ടികളുടെ പഠനം എങ്ങനെ നടക്കുന്നു, സോഷ്യൽ ലേണിംഗ് എങ്ങനെ നടക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് ബോബോർഡുള്ള എക്സ്പെരിമെൻറ്റിലേക്ക് അദ്ദേഹം പോകുന്നത്.
ഓക്കെ, അപ്പോൾ ബാക്കിയില്ല അദ്ദേഹത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചോദ്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ്. ബന്ധുര വാസ് റെസ്പോൺസ് ഫോർ കോൺട്രിബ്യൂഷൻസ് ടു ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെവറൽ ഫീൽഡ്സ് ഓഫ് സൈക്കോളജി ഇൻക്ലൂഡിംഗ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, അല്ലേ, നമ്മൾ പറഞ്ഞത് തിയറി തന്നെയാണ്. അതുപോലെ സോഷ്യൽ കോഗ്നിറ്റീവ് തെറാപ്പി, പേഴ്സണാലിറ്റി സൈക്കോളജി ആൻഡ് വാസ് ആൾസോ ഇൻഫ്ലുവൻസ് ബൈ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ബിഹേവിയറിസം ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി. ബിഹേവിയറിസം കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്കുള്ള ആ ട്രാൻസിഷൻ എറയിലും അദ്ദേഹം അതിൻ്റെതായ പ്രാധാന്യം നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇദ്ദേഹം അറിയപ്പെടുന്നത് ഒറിജിനേറ്റർ ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി തന്നെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വികാരിയസ് ലേണിംഗ് തിയറി എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 61 അദ്ദേഹം ബോബോഡോൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. 63 അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആൽബർട്ട് ബന്ദുരയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. 925 ജനനം, ഡൈഡ് 2021. ഈ ഒന്ന് ഓർത്ത് വെച്ചാണ് 2024 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ബോബോഡോൾ എക്സ്പെരിമെന്റിലേക്ക് അദ്ദേഹം വന്നതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നു. അപ്പോൾ ബോബോഡോൾ എക്സ്പെരിമെന്റ് ആരാണ് ചെയ്തത്? ആൽബർട്ട് ബന്ദുരയാണ്. ഏർലി 1960s നിർവഹിക്കുന്നത്. അതിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ടു എക്സ്പ്ലോർ ഒബ്സർവേഷണൽ ലേണിംഗ് ആൻഡ് ദ എഫക്ട്സ് ഓഫ് സോഷ്യൽ മോഡലിംഗ് ഓൺ ബിഹേവിയർ. ഒരു കുട്ടിയുടെ ബിഹേവിയർ രൂപപ്പെടുന്നതിൽ ഒബ്സർവേഷൻ ലേണിംഗിൽ എന്തെല്ലാം നിർവഹിക്കാനുണ്ട്, ആ കുട്ടി കണ്ട് എന്തെല്ലാം പഠിക്കുന്നു, അതെങ്ങനെ ആ കുട്ടിയുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയാണ് അത് നടത്തിയത്. അതിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചിൽഡ്രൻസ് വെർ ഒബ്സർവ്ഡ് ഇൻ അഡൽട്ട് ഇന്ററാക്ടിങ് വിത്ത് എ ബോബോഡോൾ. അതായത് അഡൽട്ട് ഒരു അഗ്രസീവ് ബിഹേവിയർ ബോബോഡോളിനോട് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പഠനം, ഇതാണ് സംഭവിച്ചത്. എന്തായാലും ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയിട്ടില്ല. എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. ബോബോഡോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ ഡോൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടുതലുള്ള വെയിറ്റുള്ള സാധനം എടുക്കുകയും ഇതൊരു ബലൂൺ പോലെ ഇരിക്കും. എങ്ങനെ ചവിട്ടിയാലും തൊഴിച്ചാലും ഇത് നേരെ തിരിച്ചു വന്ന് നമ്മൾ അടുത്ത് നോക്കി അതുപോലെ ഇരിക്കും, അല്ലേ. എത്ര ഇടിച്ചാലും ഏക്കുകയല്ല. നിങ്ങൾ കണ്ടു കാണും തഞ്ചാവൂർ പാവ, അങ്ങനെ എന്തൊക്കെ പാവകളൊക്കെ ഉണ്ട്, ഇതുപോലെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരുന്ന പാവയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കണ്ടാണ്, ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട് ഈ സാധനം. ഞാൻ ഇത് വെച്ച് കളിച്ചിട്ടില്ല, മാമൻ്റെ മോൾക്ക് ഇത് സാധനം മേടിച്ച് കൊടുത്തില്ല. ഇതുപോലെ ചെറുതാണിത്, നല്ല രസമുണ്ട് കളിക്കാൻ. അപ്പോൾ ഇതാണ് ബോബോഡോൾ. ഇപ്പോൾ ഈ പുള്ളി ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കൺട്രോൾ ഗ്രൂപ്പിലുള്ള കുറച്ച് കുട്ടികളെ അദ്ദേഹം എടുത്തു. അപ്പോൾ 2 റൂമുകളിലായിട്ട് ഈ കുട്ടികളെ ഇരുത്തുകയുണ്ടായി. ഈ 2 റൂമുകളിൽ എ എന്ന് പറയുന്ന റൂമിലും ബി എന്ന് പറയുന്ന റൂമിലും കുട്ടികളുണ്ട്, അതേപോലെ ഈ ബോബോഡോളുണ്ട്, പിന്നെ കുട്ടികൾ കളിക്കാൻ സഹായിക്കുന്ന കുറച്ചധികം കളിപ്പാട്ടങ്ങളുണ്ട്. ഈ 2 റൂമിലും എന്തുണ്ട്, നമുക്കൊരു മോഡൽ വരുന്നുണ്ട്. ഈ ഒരു റൂമിൽ വന്ന മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോളിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയും ഇടിക്കുകയും തല്ലുകയും പിച്ചുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ റൂമിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള സാധനങ്ങൾ വെച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 റൂമിലും എന്താ കുറച്ച് കുട്ടികളുണ്ട്. ഓക്കെ, അവിടെയും ഉണ്ട് മോഡൽ. ഈ മോഡൽ പ്രത്യേകിച്ച് ഈ ഡോളുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും വേറെ വെർബൽ അബ്യൂസോ ചവിട്ടോ പിച്ചൊന്നുമില്ല. ഒരു ഡോൾ എ എന്ന് പറയും, എ ബി ആയിക്കോട്ടെ, ഒരു സ്ഥലത്ത് അഗ്രഷൻ ഉണ്ട്. ഈ ഡോളിനെ നന്നായിട്ട് അഗ്രസീവായിട്ട് ഒരു ആള് ബീറ്റ് ചെയ്യുന്നു, ചവിട്ടുന്നു, ചുറ്റുകെട്ട് തലക്കടിക്കുന്നു, എടുത്ത് തലയെടുത്ത് എറിയുന്നു, പൊക്കി എറിയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 റൂമിലും ഉള്ള കുട്ടികളെ അതിനുശേഷം 3ാമത്തെ സി എന്ന് പറയുന്ന ഒരു റൂമിലേക്ക് കൊണ്ടുപോയാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ അവിടെയും എന്തുണ്ട്, ഈ ബോബോഡോളും ഉണ്ട്, മറ്റ് കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ കളിപ്പാട്ടങ്ങൾ ഒക്കെ വെച്ച് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്കും മറ്റൊരാൾ വന്നിട്ട് ഈ കളിപ്പാട്ടങ്ങളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് ഓഫ് കുട്ടികളും അസന്തുഷ്ടരായി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഒരു റൂമിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ബോബോഡോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന റൂമിൽ അഗ്രഷൻ കണ്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ബോബോഡോളിനോട് ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് അവരവിടെ കണ്ട അതേ കാര്യങ്ങൾ, അവരുടെ ദേഷ്യം ആ ഡോളിനോട് തീർക്കുന്ന തരത്തിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോബോഡോൾ എക്സ്പെരിമെന്റ് 961 നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠന വിധേയമായിട്ടില്ല. കാര്യം ഇവിടെ ഇവർ അഗ്രഷൻ കണ്ടതേ ഉള്ളൂ. അഗ്രഷൻ കണ്ടാൽ അവനത് എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും, അല്ലേ. അവനത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹത്തെ എന്തായാലും മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അസംഷനിലേക്കൊക്കെ അവരെത്തി. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അസംഷനിലേക്ക് അവരെത്തി. പിന്നെ 63 2ാമത്തെ എക്സ്പെരിമെന്റ് നടത്തുന്നത്. അപ്പോൾ അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ ഇതുപോലെ 3 റൂം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഇതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു സ്ഥലത്ത് അഗ്രഷൻ ഉണ്ട്, 2 സ്ഥലത്ത് അഗ്രഷൻ ഉണ്ട്, 2 സ്ഥലത്ത് അഗ്രഷനുള്ള 2 റൂം. പക്ഷേ ഈ 2 റൂമിലും അഗ്രഷൻ ഉള്ള 2 റൂമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് ഇയാൾ വന്ന് ഈ മോഡൽ വന്ന് ബോബോഡോളിനെ തള്ളിക്കഴിഞ്ഞാൽ മറ്റൊരാൾ വന്ന് ഒരു അടി കൊടുക്കും. എന്തിനാ ബോബോഡോളിനെ തല്ലുന്നത് എന്ന് 2 അടി കൊടുക്കും. അപ്പോൾ അവിടെ എന്തുണ്ട്, പണിഷ്മെന്റ് കിട്ടി അടിച്ചവന്,
ഒരു റൂമിലിരുന്ന കുട്ടികൾ കണ്ടത് ബോബഡോളിനെ തല്ലുന്ന മോഡലിന് തല്ല് കിട്ടുന്നതാണ്. ഇതിനെ തല്ലിയാൽ തല്ല് കിട്ടും എന്ന് കുട്ടി ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ റൂമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ബോബഡോളിനെ തല്ലുന്ന ഈ മോഡലിന് ഒരു റിവാർഡ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. റിവാർഡ് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. അതായത് നീ ബോബഡോൾ തല്ലില്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളൊന്ന് കൈ കൊടുക്കുന്നു, പുറത്തൊക്കെ തട്ടുന്നു, ഒരു മുട്ടായി കൊടുക്കുന്നു, എന്നിട്ട് പിന്നെ ബോബഡോളിനെ തല്ലുന്നു. ഓക്കെ, ഇതിനകത്ത് കിട്ടിയ ഒരു സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഔട്ട്കം ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് വെച്ചാൽ ഈ തല്ല് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അവസാനം കൺട്രോൾ ഗ്രൂപ്പിനെ കോമൺ റൂമിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ വലുതായിട്ട് അഗ്രസീവ് ആകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല ഈ പറഞ്ഞ റിവാർഡ് കിട്ടുന്ന ഒരു റൂം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മളെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തല്ല് നന്നായി കൊടുക്കുന്നുണ്ട്, അവിടെ വേറെ റിവാർഡോ പണിഷ്മെൻ്റോ ഒന്നുമില്ല. അങ്ങനെയുള്ള ബിയിലും സിയിലും ഇരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അഗ്രസീവ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ റിവാർഡ് കിട്ടുന്ന റൂമിലിരുന്ന കുട്ടികൾ കൂടുതൽ അഗ്രസീവ് ആയിരുന്നു പല പുസ്തകങ്ങളും പറയുന്നുണ്ട്. അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ തല്ല് കിട്ടിയ സ്ഥലത്ത് ഇരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ലെസ് അഗ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ സോഷ്യൽ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളെ നമുക്ക് ഈ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി ഇത്രയും കാര്യങ്ങൾ. വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. അഗ്രഷൻ കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ദേ ടെൻ ടു കോപ്പി ദം. അഗ്രഷൻ മാത്രമല്ല, പല കാര്യങ്ങളും, നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ മോശം കാര്യങ്ങളോ ഒക്കെ അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ദേ ടെൻ ടു കോപ്പി ദം. അതുപോലെ ഒരു കാര്യം കണ്ടതിന് ശേഷം അത് ചെയ്യണ്ട എന്നവൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയുന്നത്, ചെയ്യണ്ട എന്നവൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒബ്സർവ് ചെയ്യുന്ന മോഡലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ ഹി മേ നോട്ട്, അവൻ എന്ത് ചെയ്യാൻ സാധ്യത കുറവാണ്, അത് കോപ്പി ചെയ്യാൻ സാധ്യത കുറവാണ്. ഈ 2 കൺക്ലൂഷനിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള കൺട്രോൾ ഗ്രൂപ്പിലൊന്നും വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു.